കയ്യിലോ കാലിലോ തലയിലോ മുഖത്തോ എവിടെ വേണേലും ടാറ്റു അടിച്ചോ. പക്ഷെ എന്തെങ്കിലും അടിച്ചിട്ട് കാര്യമില്ല, SCM റഷിന്റെ ലോഗോ ടാറ്റു അടിക്കണം. ടാറ്റു അടിച്ചാൽ അടിച്ചു മോനെ SCM റഷിന്റെ ഒരു ലൈഫ് ടൈം ഫ്രീ പ്ലാൻ. പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ട SCM റഷ്. വെറും ഒരു ഏപ്രിൽ ഫുൾ ജോക്കായി സ്റ്റാർട്ട് ചെയ്തത് പെർമനന്റ് ടാറ്റൂവിൽ അവസാനിച്ചപ്പോൾ അവർക്ക് വിന്നറെ സെലക്ട് ചെയ്യാതെ നിവർത്തിയില്ലാതെ വന്നു. മീറ്റ് ദ വിന്നർ, വില്യം സെയിന്റ് ജോൺ. So I did have a bit of a weird realization, like, oh, this is a very significant thing to me. Possibly my most significant tattoo out in terms of meaning. ഏപ്രിൽ ഫുൾ ഡേയിൽ മാത്രമായുള്ള ടിക്ടാക്കിന്റെ പെപ്പർമിന്റ് കോംബോ ക്യാമ്പയിൻ, ഡീപ് ഇന്ത്യൻ കിച്ചന്റെ ചിക്കൻ കറി, ബട്ടർ ചിക്കൻ, ചിക്കൻ കറി മസാല എന്നിങ്ങനെ വന്ന ന്യൂ ഐസ്ക്രീം ഫ്ലേവേഴ്സ്, ന്യൂട്ടല ലവേഴ്സിനെ ഡ്രീം ചെയ്യിപ്പിച്ച ന്യൂട്ടല BNB ക്യാമ്പയിൻ, SCM റഷിനൊപ്പം എണ്ണിയാൽ ഒടുങ്ങാത്ത ബ്രാൻഡ് പ്രാങ്കുകൾ ഈ വർഷം വേറെയും ഉണ്ടായിരുന്നു. ലൈഫ് ടൈം പ്ലാൻ കിട്ടിയെങ്കിലും SCM റഷ് റീബ്രാൻഡ് ചെയ്താൽ ഒപ്പം ടാറ്റു മാറ്റിക്കുത്താൻ വില്യംസ് റെഡിയാണെന്നാണ് കേട്ടത്. ഒരു ബ്രാൻഡിന് എങ്ങനെ ബ്രാൻഡ് ലോയൽറ്റി കൊണ്ട് ഒരു ക്യാമ്പയിൻ റൺ ചെയ്ത് സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് SCM റഷ്.